ശ്രീമതി ഷീബയുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ശ്രീമതി ഷീബയെ ഞങ്ങൾ കണ്ടത് നിതിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ താങ്കളും പറയുണ്ടായി, ഞാൻ എവിടെയും പോകാറില്ല, പക്ഷേ എൻ്റെ അതേ ദുഃഖമുള്ള മറ്റൊരു അമ്മയെ കാണാൻ വന്നതാണെന്നാണ്. ഒരുപാട് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു, വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ അതിനൊക്കെ ഒടുവിൽ 2 വർഷത്തിനിപ്പുറം കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്ന് നേരിട്ട് അറിയാവുന്ന ആളാണ് താങ്കൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് അറിയുന്നത് ഒരു കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ ഒരു 7 അംഗ സംഘം അന്വേഷിക്കും, വിശദമായ അന്വേഷണം നടത്തുമെന്നൊക്കെയാണ്. ഈ അന്വേഷണം കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മകൻ്റെ ജീവൻ അപ്പുറത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീമതി ഷീബ? ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എന്ത് നടക്കരുത് എന്ന് ഈ 2 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചുവോ അത് തന്നെ വീണ്ടും നടന്നിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം നമ്മുടെ ശിക്ഷാ നടപടികളുടെ ഇളവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ അന്വേഷണം നടത്താൻ തുടങ്ങിയെന്ന് പറയുന്നു. അത് ഏതുവരെ പോകുമെന്നറിയില്ല. ഈ തെളിവുകൾ നശിപ്പിക്കാൻ അതിനകത്ത് മറ്റുള്ള ഒരാളെയും കയറ്റുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അവരുടെ ഒരു ടീം അതിനകത്തുണ്ട്, കോളേജിനകത്ത്, അതാ അവരെ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആർക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കാൻ കഴിയില്ലേ ആ സമയത്ത്? അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഒരു ചുറ്റുപാടിനകത്തെല്ലാം നിൽക്കില്ലേ? പൂക്കോട് നടന്നതും അതാണ്. അന്നത്തെ ദിവസം രാത്രി ആ റൂം വരെ ആ രക്തക്കറകൾ ഒലിപ്പിച്ച് കളയത്തക്ക രീതിയിൽ കഴുകി ഇറക്കി. കുട്ടികളെ കൊണ്ട് ഈ 2 അധ്യാപകരും, ഡീനും അസിസ്റ്റന്റ് വാർഡനും, MK നാരായണനും കാന്തനാഥൻ, ഇപ്പോൾ അവരെവിടെ ഇരിക്കുന്നു? അവർ അത്രയും നല്ല സൗകര്യത്തിൽ അന്ന് സസ്പെൻഷൻ എല്ലാവരും, ഞങ്ങളും സന്തോഷിച്ചു, ഇത് നീതി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അവരെ ആ കുറ്റവാളികളെ ലോകം അറിയണം, അവരിനി കയറരുത്. പക്ഷെ 1 മാസത്തിനകത്ത് അവർ തിരികെ കയറാൻ എല്ലാ പഴുതും അടച്ച് തിരികെ കയറാൻ തീരുമാനിക്കുന്നു. ഞങ്ങളതിന് ബഹുമാനപ്പെട്ട ഗവർണറായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം തിരികെ കയറ്റുന്നത് നിർത്തി. വീണ്ടും അവർക്ക് വേണ്ടി നിയമപരമായി പോരാടാൻ വരെ അതിനകത്ത് ബക്കറ്റ് പിരിവ് വരെ നടത്തി. ഈ പൂക്കോടായാലും ഈ സ്ഥാപനത്തിനകത്തേക്ക്, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തേക്ക് ഒരു വെളിച്ചം പോലും വീഴുന്നില്ല. അവിടെ നിന്നുള്ള പരാതികൾ പുറം ലോകം അറിയുന്നില്ല, അത് അവിടെ തന്നെ ഒതുക്കി തീർക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരാതെ ഇങ്ങനെ ഏറ്റവും മോശമായ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ മാത്രം, അല്ലെങ്കിൽ സംഭവിക്കരുതാത്തത് സംഭവിക്കുമ്പോൾ മാത്രമേ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് ഷീബ? ഇത് പുറത്ത് 130ഓളം കുട്ടികളാണ് പൂക്കോട് ഇത് കണ്ടുകൊണ്ടിരുന്നത്. 3 ദിവസം മോനെ ചെയ്ത ക്രൂരത കണ്ടുകൊണ്ടിരുന്നത് 130ഓളം കുട്ടികളാണ്. അവർ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും 1ഓ 2ഓ ഫോണൊക്കെ കാണും. എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല? അതിന് കാരണം പേടിയാണ്. അവർക്ക് അവരെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇതിൽ അവിടെ സീനിയേഴ്സിനെയും അധ്യാപകരെയും ഇവിടെ അധ്യാപകരെയും സംരക്ഷിക്കാൻ ഒരു വലയമുണ്ട്. ഇത് പുറത്തു പോയാൽ അവരുടെ ഭാവി, അവരുടെ പരീക്ഷ, അല്ലെങ്കിൽ ഒരു കുട്ടി വിചാരിക്കും ഞാൻ എത്രയോ കഷ്ടപ്പെട്ട എൻട്രൻസ് ചെയ്ത് കയറിയത്, അത് നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത്രയും സഹിക്കുന്നു. അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ അവരവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഈ ഒരു പേടി, ഇതുള്ള കാലം അവരാരെ പേടിക്കുന്നു എന്ന്, അതുള്ള കാലം ഒന്നും അറിയാൻ പറ്റില്ല, പുറത്തു പറയാനും പറ്റില്ല. നമ്മൾ നമ്മുടെ മക്കളെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്. അവിടെയുള്ളവർ തന്നെ അവരുടെ മരണത്തിന് ഉത്തരവാദികളാവുക എന്ന് പറയുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതിപ്പോൾ അത് തന്നെ വീണ്ടും സംഭവിക്കുമ്പോൾ ഇവിടെ എവിടെ വെച്ച് ഇത് തിരുത്തൽ തുടങ്ങും? ഷീബയ്ക്ക് ഈ 2 കൊല്ലത്തെ അനുഭവം കൊണ്ട് എന്താ തോന്നുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുന്ന മാതാപിതാക്കൾ കഴിഞ്ഞാൽ, ഞങ്ങൾ ചെറുതിലെ നമ്മളെല്ലാവരും പഠിച്ചു വരുന്നത് അധ്യാപകർ, അവരുടെ കയ്യിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന് പണ്ട് മുതലേ നമ്മൾ കേട്ടതും കണ്ടതും പഠിച്ചതും ഒക്കെ. അവരുടെ കയ്യിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും, അല്ലെങ്കിൽ അവിടെയാണ് അവർ വളരേണ്ടത്, കൂടുതലും അവരുടെ അടുത്ത. അപ്പോൾ അവർ തന്നെ കൊലയാളികൾ എന്നറിയുമ്പോൾ നമ്മുടെ കുട്ടികളെ എവിടെ കൊണ്ട്, എന്ത് സമാധാനത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ വിടും? എന്ത് ധൈര്യത്തിലാണ് അവരെ ഇത്രയും പേടിച്ച് പഠിക്കണ
കുട്ടികൾ എന്തിനാ അവർ ഇങ്ങനെ പേടിച്ച് പഠിക്കുന്നു? അപ്പോൾ ഒരു ദിവസം ചെന്ന് കയറുമ്പോൾ അതിന് മുൻപേ കുട്ടികൾ പേടിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതൊരു ചെയിൻ സിസ്റ്റമാണ്. അങ്ങനെ പോകാവൂ. അതിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാതെ അല്ലെങ്കിൽ അവർ പേടിക്കാതെ പുറത്തു പറയാനുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കൊടുക്കുന്നുവോ അതിപ്പോൾ ആര് കഴിയുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ, അധ്യാപകരുടെ ഭാഗത്തു നിന്നോ, ജനങ്ങളുടെ ഭാഗത്തു നിന്നോ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഉണ്ടാകുന്ന തെറ്റ് പുറത്തു പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് ഇത് നിൽക്കും. പക്ഷെ അവർ പറയില്ല. അവരുടെ ജീവിതമാണത്. അവരെത്രയോ കാലം കൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബം വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിടില്ലേ, മോനെ കിട്ടിയതാ, നല്ലൊരു അഡ്മിഷൻ കിട്ടിയതാ, നല്ലപോലെ പഠിക്കണം, ഇതൊക്കെ അവരുടെ മനസ്സിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, ഒതുക്കേണ്ടി വരും കുറേയൊക്കെ. അതെന്നും ഒരു ധൈര്യത്തോടെ ഒരു കുട്ടി പുറത്ത് പറയുമോ? അവിടെ ഉണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും പറയാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുന്നുവെങ്കിൽ അന്ന് തീരും ഇത്. ശരി.